മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മുത്തശ്ശിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവർക്ക് കാവലായി നിന്ന കാട്ടാനയുടെ കഥ നാടോടി നൃത്ത വേദിയിലേക്ക് എത്തിയിരുന്നു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജെന്നിഫർ ടിനോയാണ് വയനാട് ദുരന്തത്തിലെ ഈ സംഭവം അരങ്ങിലേക്ക് എത്തിച്ചത്. കേരളത്തെ ഞെട്ടിച്ച മഹാദുരന്തം കലോത്സവ വേദിയിൽ പല ഇനങ്ങളിലൂടെ അരങ്ങിലെത്തി കഴിഞ്ഞു. എന്നാൽ കാട്ടിൽ അഭയം തേടിയ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ഒരു രാത്രി മുഴുവൻ കാവൽ നിന്ന കാട്ടുകൊമ്പന്റെ കഥയാണ് ഈ കൊച്ചുമിടുക്കിയുടെ കണ്ണിൽ ഉടക്കിയത്. കഥ പാട്ടായി, പിന്നെ നൃത്തമായി. ആദ്യമായി സംസ്ഥാന കലോത്സവ വേദിയിലെത്തുമ്പോൾ കാട്ടാനയുടെ കനിവിന്റെയും കരുതലിന്റെയും കഥ പറഞ്ഞ ആടിത്തകർത്ത ജെന്നിഫർ ടിനോയ്ക്കും മികച്ച പ്രകടനം നടത്താനായതിന്റെ സന്തോഷമുണ്ട്. ലോകത്ത് ഇത്ര ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതെല്ലാവരിലേക്ക് ഒരു നൃത്ത രൂപത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അമ്മാമ്മനെ കുട്ടീനൊക്കെ രക്ഷിക്കുന്ന ഒരു ആനയുണ്ടായിരുന്നു. ആനേനെ നമ്മൾ മെയിൻ കഥാപാത്രമായിട്ട് എടുത്തു. അങ്ങനെ ഒരു ആരും പ്രതീക്ഷിക്കുന്നില്ല, അതാരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ ഈ ദുരന്തം ഉരുൾപൊട്ടലും മണ്ണിടിച്ചില്ല അത് മാത്രം എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഈ കഥാപാത്രത്തിന് നമ്മൾ ഇതിനേക്ക് ഇരിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. പൊമ്മി എന്ന പേരാണ് കൊടുത്തത്. കയ്യിൽ കരിമ്പുമായി കാട്ടാനയുടെ കഥ അവതരിപ്പിച്ച ജെന്നിഫറിന് പിന്തുണയുമായി കുടുംബമൊട്ടാകെ ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.